ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും ടെക്നീഷ്യൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് ബാത്റൂമിലെയും സിങ്കിലെയും ഒക്കെ പൈപ്പുകൾ അടഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പുകളൊന്നും ഊരിയെടുക്കാതെ തന്നെ നമുക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡ്രൈനേജ് ബ്ലോക്ക് ക്ലീനർ എന്ന് പേരുള്ള ഈ ഒരു സാധനമാണ്. ഇത് സാധാരണ ഹാർഡ്വെയർ ഷോപ്പുകളിലും കിട്ടും, അതുപോലെ പ്ലംബിങ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി ഐറ്റംസൊക്കെ കിട്ടുന്ന കടകളിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 150 രൂപയാണ്. ഇതിൻ്റെ ചെറിയ പാക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് അല്പം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുട്ടികളൊന്നും അടുത്തില്ല എന്ന് ഉറപ്പുവരുത്തുക. ടേസ്റ്റ് ചെയ്യാതിരിക്കാതെ, മണത്ത് നോക്കാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സൂക്ഷിക്കുന്നതൊക്കെ കുട്ടികൾക്ക് കിട്ടാത്ത ഏരിയകളിൽ സൂക്ഷിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് മുഖത്തൊരു മാസ്ക് കെട്ടിയതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മൾ വെള്ളത്തിൽ കലർത്തുന്ന സമയത്ത് ഒരു രൂക്ഷമായിട്ടുള്ള ഒരു ഗന്ധം പുറത്തു വരികയും ഈ രാസപ്രവർത്തനം മൂലം ഒരു രൂക്ഷമായിട്ടുള്ള ഗന്ധം പുറത്തു വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു വായു നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസതടസ്സം പോലെ തോന്നുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം ഒരു 2 ലിറ്ററോ 3 ലിറ്ററോ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അധികം തിളച്ച വെള്ളം ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചൂടാക്കിയ വെള്ളം സിങ്കിലോ ബാത്റൂമിലോ എവിടെയാണ് അടഞ്ഞത് അവിടെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഡ്രൈനേജ് ബ്ലോക്ക് ക്ലീനർ ഈ അടഞ്ഞ ഭാഗത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതേപോലെ തന്നെ ഒരു 2-3 ലിറ്റർ വെള്ളം വീണ്ടും ചൂടാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ചൂടാക്കിയ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് തിളച്ച വെള്ളമാണെന്നുണ്ടെങ്കിൽ ഈ പൈപ്പൊക്കെ ഉരുകി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൈ മുക്കിക്കഴിഞ്ഞാൽ കൈ പൊള്ളാത്ത രൂപത്തിൽ ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 2-3 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ അടഞ്ഞ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. വീണ്ടും നമുക്ക് സിങ്കുകളും ബാത്റൂമുകളും ഉപയോഗിക്കാവുന്നതാണ്. ഒരു 90% കംപ്ലൈൻറ്റുകളും ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു കെമിക്കൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ തന്നെ കംപ്ലൈൻറ്റ് സോൾവ് ആയിട്ടുണ്ടാവും. സിങ്കിൻ്റെയും ബാത്റൂമിൻ്റെയും കുഴി നിറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിലൂടെ ചെയ്തുകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ കഴിയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതി ഉപയോഗിക്കാം. ഒരിക്കലും കുഴി നിറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൂടെ നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോവുമായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.